നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലെത്തിയ ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ ജോജു ജോർജ് നായകനായി വരുന്ന വരവ് അല്ലെങ്കിൽ വന്ന വരവ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. വരവ് എന്ന് പറയുന്ന സിനിമയുടെ പരസ്യവാചകം തന്നെ ജോജു ജോർജിന്റെ കിൻഡൽ ഇടി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമയുടെ റിവ്യൂ കാണാനായിട്ട് വന്നിരിക്കുന്നവരോട് ആദ്യമേ തന്നെ അല്ലെങ്കിൽ വളരെ ചുരുക്കത്തിൽ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് വന്നിരിക്കുന്നവരോട് പറയാനുള്ളതും ആ പരസ്യവാചകം തന്നെയാണ്. കിൻഡലിടി കാണുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സിനിമ എടുക്കാം, സിനിമയ്ക്ക് പോവാം. അതിനപ്പുറമായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ തുടർന്നും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ചാനലാണ്. സിനിമയെക്കുറിച്ചുള്ള വാർത്തകളല്ലാതെ നമ്മൾ ഇന്നുവരെ ഈ ചാനലിൽ ഒന്നും ഇട്ടിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് കിൻഡലിടി കാണുക എന്നത് മാത്രമല്ലല്ലോ ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ച് സിനിമ കാണുക എന്ന് പറയുമ്പോൾ. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അത് തിയേറ്ററിൽ ഒരു ആസ്വാദനം ജനിപ്പിക്കുന്ന ഒരു എന്തെങ്കിലും ഒക്കെ കാണണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീലോട് കൂടി തന്നെ തിയേറ്റർ വിട്ട് കഴിയുമ്പോൾ ഇറങ്ങി വരണം എന്നുള്ളതൊക്കെയാണ്. ഇനിയിപ്പോൾ തിയേറ്റർ വിടുമ്പോൾ ഫീൽ ഇല്ല എങ്കിൽ പോലും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഒരു തൃപ്തി കിട്ടിയാലും മതി. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഈ കിൻഡലിടിക്ക് അപ്പുറത്തേക്ക് ഈ സിനിമയിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഒറ്റ വരിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ പലപ്പോഴും പല സിനിമകളെ കുറിച്ചും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പല സിനിമകളും വലിയ പ്രൊമോഷനും വലിയ താരനിരയൊക്കെ ആയിട്ട് വലിയ ഗംഭീരമായിട്ട് വരുമ്പോൾ എപ്പോഴും തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സിനിമ കാണുന്ന സമയത്ത് സിനിമ തിയേറ്ററിൽ സ്ക്രീനിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് യാതൊരുവിധ ഫീലും ഇല്ല എന്നുള്ളത്. ചിലപ്പോൾ അവിടെ ഭയങ്കര സെന്റിമെന്റ്സ് രംഗമായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണൽ സാധനമായിരിക്കാം, അല്ലെങ്കിൽ ഇടിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു നിർവികാരമായിട്ട്. അങ്ങനെ പല സിനിമകൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് വരവ് തോന്നിയത്. യാതൊരുവിധ ഇമോഷണൽ കണക്ഷനും എനിക്ക് ആ സിനിമയുമായിട്ട് ഉണ്ടായില്ല. ഒരു രംഗത്തിൽ പോലും നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. വളരെ വലിയ താരനിര സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ക്യാമറ വർക്കുകളുണ്ട്. എല്ലാം ഉണ്ടായിട്ട് പോലും ഒരു ഇമോഷണൽ കണക്ഷൻ തരുന്നതിൽ ഈ സിനിമ ഞാനുമായിട്ട് കണക്ട് ആയില്ല എന്നുള്ളതാണ് സത്യം. അത് എന്റെ ഒരു അഭിപ്രായമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം നിങ്ങൾ കേട്ടു നോക്കുക. എന്ത് തന്നെയായാലും എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ പോസിറ്റീവ് ഘടകങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് അതിന്റെ ലൊക്കേഷൻ തന്നെയാണ്. മറയൂർ ബേസ് ചെയ്തിട്ടാണ് സിനിമ പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ മറയൂരിന്റെയും മൂന്നാറിന്റെയും ഒക്കെ വിഷ്വൽ ഭംഗി വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ഷോട്ട് മുതൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഗംഭീരമായിട്ട് തന്നെ ആ ഒരു പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ്, വലിയ തെറ്റില്ലാത്ത രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഗംഭീരം എന്ന് പറയാൻ പറ്റത്തില്ല. വലിയ തെറ്റില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയിലുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ സിനിമയിലുണ്ട്. പിന്നെ കുറെ താരനിരകളുണ്ട്. എല്ലാവരുടെയും പ്രകടനവും ഗംഭീരമായിരുന്നു. ഇതിനപ്പുറമായിട്ട് സിനിമയിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് കഥ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു വരി പോലും കിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്തെന്ന് വെച്ചാൽ ഇതിലെ പല കഥാപാത്രങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരാരാണ് ഇപ്പോൾ സ്ക്രീനിലേക്ക് വന്നത്, ഇവിടെ വലിയൊരു അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ ഡയലോഗ് അടിച്ചിട്ട് അവരങ്ങോട്ട് പോയി, പിന്നെ ഇതാരാണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയയും കിട്ടത്തില്ല. കുറെ നേരം കഴിഞ്ഞ് ഏറ്റവും അവസാനമൊക്കെ ആവുമ്പോഴായിരിക്കും ഇത് ഇന്നൊരു കഥാപാത്രമാണ്, അതുകൊണ്ടാണ് അയാൾ അവിടെ വന്നതെന്ന് കാണിക്കുന്നത്. ഇത് സസ്പെൻസ് ഇട്ട് കാണിക്കുന്നതല്ല, അത് ആദ്യമേ പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ മകൻ കഥാപാത്രം സിനിമ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടം എത്തുമ്പോൾ ഈ മകൻ കഥാപാത്രം വരുന്നുണ്ട്. അയാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് കാറൊക്കെ കറക്കി കൊണ്ടേ നിർത്തുന്നു, കൂളിംഗ് ഗ്ലാസ് വെക്കുന്നു, ഭയങ്കര സ്റ്റൈലിൽ സിഗരറ്റ് കത്തിക്കുന്നു, നടന്നു വരുന്നു, ഒരാളെ കൊല്ലുന്നു, പിന്നെ കുറച്ച് ഡയലോഗ് അടിക്കുന്നു, അവിടുന്ന് തിരിച്ച് കറങ്ങി വീണ്ടും വണ്ടി എടുക്കുന്നു, കറങ്ങി പോകുന്നു, അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം പുള്ളീനെയാണ് പടം പിന്തുടരുന്നത്. അപ്പൊ അതുവരെ പറഞ്ഞു വെച്ച കഥയൊക്കെ വിട്ടിട്ടോ. പിന്നെ ഒരു 5-6 സീൻ ഇയാളുടെ സ്റ്റൈലും കാര്യങ്ങളും ഇയാൾ 2-3 പേരൊക്കെ കൊല്ലുന്നതൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇതിനിപ്പോ വല്ല വാടക ഗുണ്ടൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ ഇത് ആരാണ് വിട്ടത് അത് കാണിക്കുമായിരിക്കും. വാടക ഗുണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവസാനമൊക്കെ ചിലപ്പോൾ കാണിച്ച ഒരു സസ്പെൻസ് ഒക്കെ പൊളിക്കുമായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ മനസ്സിലാവണം ഇതൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ മകനായിരുന്നു എന്നുള്ളത്. ഇതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുന്നതല്ല. അപ്പൊ ഇതുപോലെ കുറെ കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അപ്പൊ
ഒരു രീതിയിലുള്ള സംഭവങ്ങളും വരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ആക്ഷൻ ഉണ്ട് ബസ്സിന്റെ അകത്ത് വെച്ചിട്ട്. ഈ ആക്ഷൻ രംഗങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നീടാണ് അറിയുന്നത് ഈ ആക്ഷൻ രംഗത്തിന്റെ ഇടയ്ക്ക് ഇതിലെ നായക കഥാപാത്രമായിട്ടുള്ള ജോജു ജോർജ് 1 കോടി രൂപയുടെ ഒരു ബാഗ് കൈക്കലാക്കി എന്നുള്ളത്. ഇത് ഫസ്റ്റ് സീനിൽ തന്നെയുള്ള സാധനമായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്ന് എപ്പോൾ ഈ ആക്ഷന്റെ ഇടയിൽ ഞാൻ കണ്ടില്ല പുള്ളിയെ ബാഗ് എടുത്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ആ ബാഗ് ആരുടെ കയ്യിലായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോ കാണിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഫസ്റ്റ് സീനിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ ഇപ്പൊ ചിലപ്പോൾ ഇനി അത് ചിലപ്പോൾ ഇത് കാട്ടി വിട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ ഈ ഷാജി കൈലാസിന്റെ മേക്കിംഗ് ശൈലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മള് OMR എന്നൊക്കെ പറഞ്ഞിട്ട് മോഹൻലാൽ വരുന്ന സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, റെഡ് ചില്ലീസ്. അതിനകത്ത് ദുബായില് മോഹൻലാലിന്റെ സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇത്രയാണ് ഫ്രെയിം ഉള്ളത്. അതിനകത്ത് മോഹൻലാലിന്റെ തല നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ അറ്റത്ത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരു ഇച്ചിരി ദുബായ് കാണാൻ പറ്റും. ദുബായ് ആണെന്ന് എപ്പോഴോ ഒരു പ്രാവശ്യം പറഞ്ഞത് കൊണ്ട് മനസ്സിലായി ഇത് ദുബായിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അന്ന് ഇതൊക്കെ വായിക്കുമ്പോൾ അറിയാൻ പറ്റും ഷൂട്ടിംഗ് ഇത്രയും നാളായിട്ട് ദുബായിൽ നടന്നു എന്നൊക്കെ. പക്ഷെ സത്യത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊച്ചിയിൽ വല്ല ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മറയിൽ പോയിട്ട് എടുത്താൽ മതി. ദുബായിൽ നിന്നും കാണിക്കേണ്ട കാര്യം പറയേണ്ട കാര്യമില്ല, അത്ര കാശ് ലാഭിക്കാമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വല്ലതും കാണിച്ചു വിട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ എന്തായാലും മിന്നി പറഞ്ഞ രംഗങ്ങളിലൊന്നും ഞാൻ കണ്ടില്ല. ഇതേപോലെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. നമുക്ക് കഥയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറെ ആളുകൾ വരുന്നു, അവരെന്തൊക്കെയോ കാണിക്കുന്നു, അവരങ്ങോട്ട് പോകുന്നു. ഇവര് എന്താണ് ഇവരുടെ ഒരു മുരളി ഗോപി എന്ന് പറയുന്ന കഥാപാത്രം, അദ്ദേഹം പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സ്ക്രീനിലേക്ക് വരുന്നുണ്ട്. ഇവരുടെയൊക്കെ പ്രകടനങ്ങളൊക്കെ ഗംഭീരമാക്കിയിട്ടുണ്ട് കേട്ടോ. പടം തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സ്ക്രീനിലേക്ക് വരുന്നു. പടത്തിന്റെ അവസാന രംഗം വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് മുരളി ഗോപി. അദ്ദേഹം വെള്ള ജുബ്ബ ഇട്ടിട്ടുണ്ട്, വെള്ള മുണ്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹായിയായിട്ട് ഒരു വ്യക്തിയുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ പലരെയും കൊല്ലുന്ന കഥകൾ പറയുന്നു. അല്ലെങ്കിൽ ഇന്ന ആളെ തട്ടണം, മറ്റവനെ കൊല്ലണം, നമുക്ക് ഇന്ന 1000 കോടിയുടെ പൈസ ഇവിടേക്ക് മറയ്ക്കണം, എല്ലാം ബ്ലാക്ക്, എല്ലാം ഈ ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടികളാണ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊലപാതകങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമാണ് മനസ്സിലാവുന്നത് ഇയാള് മലങ്കര കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായിരുന്നു. ഒരു വരി പോലും ഇയാൾ രാഷ്ട്രീയത്തെ പറ്റി പറയുന്നില്ല. ഒരു പ്രാവശ്യം പോലും ഒരു രാഷ്ട്രീയ ചർച്ചകളോ കാര്യങ്ങളോ ഇയാളുടെ മുമ്പിൽ നടക്കുന്നില്ല. ഒരു മീഡിയ പോലും ഇയാളുടെ അഭിപ്രായങ്ങൾ എടുക്കാൻ വരുന്നില്ല. പുള്ളിനെ എപ്പോൾ കാണിച്ചാലും പുള്ളി ഒരു സോഫയമേ ഇരിക്കുന്നുണ്ട്, ഒരു ചെറിയ ഗ്ലാസ്സിൽ മദ്യം എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വല്ല അടിപിടിയായിരിക്കും, വല്ലവരെയും കൊല്ലുന്ന കഥ പറയായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ആണ് ഓരോ സംഭവങ്ങൾ. അപ്പൊ അവസാനമാണ് കാണിക്കുന്നത്, സസ്പെൻസ് വെച്ചിരിക്കുന്നതല്ല. ഇത് ഫസ്റ്റ് പറയാൻ മറന്നുപോയ ഒരു കാര്യമാണ്, അതും കൂടി ആലോചിക്കണം. ഇത് തുടക്കത്തിലെ ഇത് കാണിച്ചു ഇപ്പൊ ഇയാൾ ഇങ്ങനെ ആളാണ് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ആ മൈൻഡ് സെറ്റിൽ കാണാം. മറ്റേത് ഇയാളെന്തോ വലിയ കമ്പനിയുടെ വല്ല തേയിലത്തോട്ടത്തിന്റെ മുതലാളി ആയിരിക്കും എന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. കാരണം അതും പറയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വല്ലതും ആയിരിക്കും, അതാണല്ലോ ഈ ഇതൊക്കെ ആയിട്ട് മുതലാളിത്തം കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ഒരു വലിയ ഒരു പെരുമഴ പെയ്ത് തീർന്ന മാതിരി പടം തീരുന്നു. ഒരു വലിയ ഭൂകമ്പം നടന്ന മാതിരി ഒരു അവസ്ഥയിൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതായത് ഈ പറഞ്ഞ മാതിരിയുള്ള കുറേ സംഭവങ്ങൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, കുറേ കാശ് പൊട്ടിക്കുന്നുണ്ട്, ഒരു കാർ ചേസിങ് ഒക്കെ നടത്തുന്നു. ഇതൊക്കെ ലോജിക്ക് എന്നുള്ള സാധനം നിങ്ങൾ ചിന്തിച്ചേക്കരുത്. കാരണം ഒരു വലിയ ഈ 1000 കോടി രൂപയുടെ പൈസയും കൊണ്ട് ഒരാൾ പോകുന്നു, ഒരാൾ വരുന്നുണ്ട്. അപ്പൊ ഈ പൈസ ഇവിടെ ഡീലിംഗ് നടക്കുന്നത് വെറും 3 പേര് മാത്രമേ ഇതിനകത്ത് അറിയുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് കൃത്യമായിട്ട് ജോജു ജോർജ് അവിടെ വരുന്നുണ്ട്. ഒരു വലിയ സംഘടനമുണ്ട്, വലിയ കാർ ചേസിംഗ് ഉണ്ട്, സംഘടനമുണ്ട്, പൈസ പൊട്ടിച്ച് കാട്ടിക്കളയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ ജോജു ജോർജ് എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ ചോദ്യമില്ല എന്നുള്ളൊരൊറ്റ ഉത്തരത്തിൽ നമുക്ക് അത് ഒതുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നോക്കുമ്പോൾ മിനിമം ഒരു 30-40 പ്രാവശ്യം നമ്മൾ ഈ സിനിമയിൽ ചോദ്യമില്ല എന്നുള്ള ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടതായിട്ട് വരും എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള സിനിമകളിൽ നമ്മൾ മറ്റേ ഈ മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കുന്ന പോലെ സൈഡിൽ എഴുതി പോകുമല്ലോ വെള്ളടിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അതുപോലെ എഴുതി കാണിക്കണം സിനിമയിൽ ചോദ്യമില്ല എന്നുള്ള സംഭവങ്ങൾ ഇതുപോലെയുള്ള രംഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. കാരണം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വലിയ കൺഫ്യൂഷൻ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഈ പറഞ്ഞ മാതിരിയുള്ള ആക്ഷൻ രംഗങ്ങൾ വളരെയധികം സന്തോഷകരമായിട്ട് തോന്നി, അല്ലെങ്കിൽ വളരെയധികം എന്റർടൈൻ ചെയ്യിപ്പിച്ചു. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മറയൂരിന്റെ ഭംഗി ഇത്രയും മനോഹരമായിട്ട് ഞാൻ ഒരു സിനിമയിലും കണ്ടിട്ടില്ല. ഭ്രമരത്തിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മനോഹരമായിട്ട് ഫ്രെയിമുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ശരാശരി തരക്കേടില്ലാതെ കണ്ടുകൊണ്ടിരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇത്രയും കുറെ താരനിരകളുണ്ട്, അവരുടെയൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത പെർഫോമൻസും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. ഇതിനപ്പുറമായിട്ട് ജോജു ജോർജ് എന്ന് പറയുന്ന നായകൻ എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആകെ ഒരു 3-4 സീനിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സീനുകളിലും പുള്ളി ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ ഇടിക്കുക, ഈ ഒരു പരിപാടി മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം
പിന്നെ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ 2026 നമുക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് യേശു ക്രിസ്തുവിന് മുമ്പ് 2026 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യേണ്ടിയിരുന്ന ഒരു സബ്ജക്റ്റായിട്ടും എനിക്ക് തോന്നുന്നു. കാരണം അന്നു മുതലേ ഈ പറഞ്ഞു വന്നിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഈ റിവെഞ്ച്, ബേസിക് റിവെഞ്ച്. അപ്പൊ ആ ഒരു സാധനമാണ് പടത്തിന്റെ അവസാനം വരെ കൊണ്ടുവന്നിട്ട് അവര് വലിയ കാര്യമായിട്ട് കാണിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു 30-40 കൊല്ലം മുമ്പെങ്കിലും ഇറങ്ങേണ്ടിയിരുന്ന സിനിമയാണ്. കാലം തെറ്റി റിലീസ് ചെയ്ത മലയാള സിനിമ എന്നുള്ള കൂട്ടത്തിൽ ഇതിനെയും ഉൾപ്പെടുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.